ജീവിതം എന്നുള്ളത് എത്ര സിമ്പിളാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു കുഞ്ഞു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അന്നൊരിക്കൽ +2 കാലഘട്ടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് സാധാരണ ഭക്ഷണം, ചോറ് പൊതിയൊന്നും കൊണ്ടുപോകുന്നത് വളരെ കുറവാണ്. അത് കൊണ്ടുപോകുന്നത് തന്നെ എന്തെങ്കിലും പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്ന ഒരു ചെറിയൊരു പൊതിയാണ് കൊണ്ടുപോകുന്നത്. അന്നൊരിക്കൽ അങ്ങനെ കൊണ്ടുപോയൊരു പൊതി ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായി തുറന്നപ്പോൾ അതിൽ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അമ്മ മുളക് പൊട്ടിച്ച് എണ്ണയിലിട്ട് വറുത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ ഞാനത് പകുതി തുറന്നപ്പോൾ തന്നെ ഞാനത് കണ്ടു. അപ്പോൾ മറ്റുള്ള കൂട്ടുകാരൊക്കെ കൈ കഴുകിയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെന്തോ അന്ന് നമ്മുടെ ദുരഭിമാനമോ അല്ലെങ്കിൽ നമ്മുടെ സങ്കോചമൊക്കെ കാരണം വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ചോറും പൊതി എടുത്തുകൊണ്ട് പോയിട്ട് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. വീട്ടിലെത്തി അമ്മയോട് വഴക്കിട്ടു. അന്ന് അതെനിക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു മുറിവായിരുന്നു. കാരണം മുളക് പൊട്ടിച്ചത് മാത്രമായി എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നോർത്ത്. ഇത് ഞാൻ ഇന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പം, വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഹൈദരാബാദാണ് ഉള്ളത്. എനിക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായി. കഴിഞ്ഞിടയ്ക്ക് ഒരു കൂട്ടുകാരൻ കൊണ്ട് തന്ന കുറച്ച് കുത്തിരിച്ചോറും എടുത്ത് വെച്ച് കുറച്ച് മുളകൊക്കെ പൊട്ടിച്ച് എണ്ണയിൽ ചാരിച്ച് അത് കൂട്ടി ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പോൾ തോന്നിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കെല്ലാം പലപ്പോഴും ഈ ഫുഡ് വ്ളോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ എപ്പോഴും കാണുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചായ കുടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ തപ്പിപ്പോകുന്നത് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കോ വലിയ വലിയ മാളുകളിലേക്കോ ഒന്നുമല്ല, ചെറിയ ചെറിയ ചായക്കടകളിലേക്ക്. അതേ പണ്ടത്തെ ഓല മേഞ്ഞ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അതുപോലെ കപ്പയും കറിയും തിന്നാൻ അല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേടിയാണ് ഇന്നത്തെ ജനറേഷനാണെങ്കിലും കൂടുതലും സഞ്ചരിക്കുന്നത്. അപ്പോൾ അഭിരുചികളും കാര്യങ്ങളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നമുക്ക് മോശമായി തോന്നിയ കാര്യങ്ങൾ, അന്ന് നമുക്ക് നാണക്കേടായി തോന്നിയ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അഭിമാനമാകും. ജീവിതം അത്രയും സിമ്പിളാണ്. കാലം മാറിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും എല്ലാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള പ്രശ്നങ്ങളൊന്നും നാളെ നമുക്ക് ഒന്നുമായിരിക്കില്ല. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ജീവിതം സന്തോഷമായിരിക്കും.